ചോക്ക് ഇട്ടുകൊണ്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കാം. എൻജിൻ റൂം നമുക്കൊന്ന് അഴിച്ചു നോക്കാം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഡിയോ സ്കൂട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം റിപ്പയറിങ്ങും അതുപോലെ എൻജിൻ റൂം ക്ലീനിങ് എങ്ങനെ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക. നമുക്ക് നേരെ വീഡിയോയിൽ എടുക്കാം. ഇതിനകത്ത് നോക്കിയാൽ അറിയാം, എൻജിൻ റൂം അവസ്ഥ വളരെ പരിതാപകരമാണ്. നമുക്കിതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എൻജിൻ റൂമൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലൂടെ നോക്കിയാൽ അറിയാം, ബാക്ക് സൈഡിലെ സീറ്റിന് താഴേക്കായിട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടെ ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ 4 സ്ക്രൂ അഴിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലൊക്കെ നോക്കിയാൽ അറിയാം, നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് കയറിയിട്ടുണ്ട്. ഇത് നമ്മളിത് വാങ്ങിച്ചിട്ട് ഇതുവരെയായിട്ട് ഇതിനകത്തൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കിത് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അടുത്തായി സ്റ്റാർട്ടിംഗ് പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കുക. എഞ്ചിൻ്റെ മുൻഭാഗത്ത് ലെഫ്റ്റ് സൈഡിലാണ് പ്ലഗ് വരുന്നത്. പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. പ്ലഗിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ് കൂടുതലും മഴക്കാലത്ത് സ്റ്റാർട്ടാവാത്ത പ്രോബ്ലങ്ങളൊക്കെ കാണാറ്. അപ്പോൾ നമുക്കിതിൽ പ്ലഗ് ഈ ഒരു സൈഡിലാണ് വരുന്നത്. പ്ലഗ് നമുക്കൊന്ന് ഊരി നോക്കാം. ഡിയോയുടെ പ്ലഗ് ഊരിയെടുക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ബോക്സ് പാനർ നമുക്ക് ആവശ്യമാണ് ഊരിയെടുക്കാനായിട്ട്. 16ൻ്റെ ബോക്സ് പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലഗ് ഊരിയെടുക്കാം. പ്ലഗ് ടൈറ്റ് ആയതുകൊണ്ട് സ്വല്പം WD നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോക്സ് പാനറിൻ്റെ അറ്റത്ത് 16ൻ്റെ റിംഗ് സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലഗ് അഴിച്ചെടുക്കാം. പ്ലഗ് ലൂസായിട്ടുണ്ട്. നമുക്ക് ബോക്സ് പാനറിൽ കൈ ഉപയോഗിച്ചുകൊണ്ട് ഊരിയെടുക്കാം. വർഷങ്ങളായിട്ട് ഇതിനകത്ത് സർവീസൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലഗ് എല്ലാം വളരെയേറെ ടൈറ്റായിട്ടാണ് കിടക്കുന്നത്. പ്ലഗ് നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. പ്ലഗിൽ നല്ല രീതിയിൽ തന്നെ കരി പിടിച്ചിട്ടുണ്ട്. ഏകദേശം റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. എങ്കിലും നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം. റെഡി ആയില്ലെങ്കിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാം. സാൻഡ് പേപ്പർ ഉപയോഗിച്ചുകൊണ്ട് പ്ലഗ് നമുക്ക് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. പ്ലഗ് നമ്മൾ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എഞ്ചിനിൽ കണക്ട് ചെയ്ത് നോക്കാം. കുറച്ചുകൂടെ കോൺടാക്റ്റ് ഇട്ടാനായിട്ട് നമുക്ക് സ്വല്പം പിന്ന് കുറച്ചുകൂടെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് ബെൻഡ് ചെയ്ത് വളരെ ചെറിയൊരു ബെൻഡിങ് മാത്രമേ കൊടുക്കാവൂ. ഇനി പ്ലഗ് നമുക്ക് എഞ്ചിനിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബോക്സ് പാനർ ഉപയോഗിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. റിംഗ് സ്പാനർ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിലൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. പ്ലഗിൻ്റെ കേബിൾ കൂടി നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ അങ്ങനെ ക്ലിക്ക് എന്നൊരു ശബ്ദം കേൾക്കാം. ആ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇത് കണക്റ്റായി എന്നാണ് കണക്കാക്കേണ്ടത്. എഞ്ചിനിലെ വെള്ളമെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയ ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ടാക്കാവൂ. ആ പ്ലഗ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഫ്രണ്ടിലെ കവറും അതുപോലെ തന്നെ സീറ്റൊക്കെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം.
സ്ക്രൂ ചെയ്ത് കൊടുക്കാം. സീറ്റ് കൂടി ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബാക്കി സ്ക്രൂ എല്ലാം നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എൻജിൻ ഓയിൽ എങ്ങനെ മാറ്റാം, ഗിയർ ഓയിൽ എങ്ങനെ മാറ്റാം എന്നുള്ളതൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.